ഹായ്, എന്നെ കാണുമ്പോൾ ഇത്രയൊക്കെ സന്തോഷം മുഖത്തുള്ളെങ്കിലും എൻ്റെ മനസ്സിലെ രാത്രിയും പൂത്തിരിയും ഒക്കെ കത്തുകയാണ്. കാരണം ഇന്ന് ഞങ്ങൾ ഒത്തിരി നാളായി പ്ലാൻ ചെയ്യുന്ന ഗേൾസ് ഡേ ഔട്ടാണ് കേട്ടോ. ഗേൾസ് ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാവരെയും കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കണ്ട. ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടെങ്കിൽ പോരുവാണ് കേട്ടോ ജോ. ഗേൾസ് ഡേ ഔട്ട് എന്നൊക്കെ ഞങ്ങൾ പേരിട്ട് വിളിച്ചെങ്കിലും ഞങ്ങൾ കുട്ടികളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവർക്കും കളിക്കാൻ അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് എൻ്റെ അനിയത്തിയും കൂട്ടി ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കസിൻ അവിടെ താമസിക്കുന്നുണ്ട്. ഇങ്ങനെ കസിൻസൊക്കെ അടുത്തടുത്ത് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മൈൻഡിന് ഭയങ്കര ഒരു റിലീഫാണല്ലേ. നമ്മളുടെ കുഞ്ഞിലേ ഉള്ള കാര്യങ്ങളൊക്കെ പലതും വീണ്ടും ഒന്നും കൂടി ഓർത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും സന്തോഷിക്കാനും പഴയ നാട് വീട് പഴയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു മൈൻഡ് തെറാപ്പിയാണ് ആക്ച്വലി ഇതെല്ലാം. ശരിക്കും ഒരുപാട് കാലമായിട്ട് അതൊക്കെ മിസ്സായി കിടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ഓർമ്മകളിൽ കൂടി ഞങ്ങൾ തിരിച്ചു പോകുമ്പം ഞങ്ങൾ വീണ്ടും ഒന്ന് റീചാർജ്ഡ് ആയ പോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ പെണ്ണുങ്ങൾ എവിടെ ചെന്നാലും ഇങ്ങനെയാണല്ലോ, പാത്രമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം നോക്കും, വീഡിയോ എടുക്കും. ഇതൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. നല്ല കപ്പും ഗ്ലാസ്സും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ കാണിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുക്കും കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും മൗസ് കുഞ്ഞ് വിചാരിക്കുന്നത് അപ്പായി ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് അപ്പായി അപ്പായി എന്ന് വിളിച്ച് അവ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്കും ഒരു പോസിറ്റീവായൊരു തോട്ട് വന്നു. കാരണം ഞങ്ങൾ പലപ്പോഴും നമുക്ക് രാത്രിയിൽ ഇതുപോലെ പുറത്തു കൂടെ നടക്കാനൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊന്നും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തടുത്ത് കുറേ വില്ലകളുണ്ട്, പിന്നെ എല്ലാം സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികളെയും കൂട്ടി ഇങ്ങനെ രാത്രിയിൽ റോട്ടിൽ കൂടെ നടക്കുകയാണ് കേട്ടോ. ഇതൊരു വേറെ തരം എക്സ്പീരിയൻസ് ആണ്. നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുക എന്നുള്ളത് നല്ല സുഖകരമായ ഒരു സമയമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ അടുക്കിയടുക്കി കിടന്നുറങ്ങുന്നത് കണ്ടോ. കുഞ്ഞിലെ ഞങ്ങളും ഇതുപോലെ ആയിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കിടക്കാനും ഒരുമിച്ച് വർത്താനം പറഞ്ഞിരിക്കാനും ഒരുമിച്ച് കളിക്കാനും ഒക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഉറക്കമില്ലാതെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് വൈകി ആകെ ക്ഷീണിച്ചാണ് കേട്ടോ ഞങ്ങൾ പിന്നെ ഉറങ്ങുന്നത്. രാവിലെ ആയപ്പോൾ പിന്നെ ഹസ്ബൻഡ് കൂട്ടാൻ വന്നു. അപ്പോൾ ഇനി നാളത്തെ വീഡിയോ കാണാം. ബൈ.